കരിയറിൽ വ്യത്യസ്ത വേഷങ്ങളുമായി ആരാധകരെയും സിനിമാ ആസ്വാദകരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. ഈ വർഷം തന്നെ എബ്രഹാം ഓസ്ലറിലെ അപ്രതീക്ഷിത വേഷം എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. ഈ വർഷം ഇതുവരെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രവും ഓസ്ലർ തന്നെയാണ്. ഇനി മമ്മൂട്ടി എല്ലാവരെയും ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. അടുത്തതായി റിലീസിനൊരുങ്ങുന്നത് ഭ്രമയുഗം എന്ന ഹൊറർ ത്രില്ലറാണ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ എന്നല്ല, ഏതൊരു ഭാഷയിലും പൂർണ്ണമായും ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഭ്രമയുഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും പോസ്റ്ററുകളുമെല്ലാം തന്നെ ഇതിനോടകം വൈറലാണ്. മമ്മൂട്ടി ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷം ചെയ്യുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതുതന്നെയാണ് ഭ്രമയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. പുഴുവിനു ശേഷം അത്തരമൊരു വേഷം മമ്മൂട്ടി ചെയ്യുന്നതും ആദ്യമായിട്ടായിരിക്കും. ദുർമന്ത്രവാദത്തിൻ്റെയും പ്രേതങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നത്. മമ്മൂട്ടി ഹോമം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളും എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന് ടീസറിൽ പറയുന്ന ഡയലോഗുമെല്ലാം ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫെബ്രുവരി 15-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഫെബ്രുവരി റിലീസുകളിൽ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായിരിക്കും ഭ്രമയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങുന്നത് എന്ന് മമ്മൂട്ടി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധക ഗ്രൂപ്പുകളിലെല്ലാം ചർച്ചയാവുന്നത് ഭ്രമയുഗത്തിൻ്റെ ബജറ്റിനെ കുറിച്ചാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും വലിയ ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. IMDb ആണ് ഭ്രമയുഗത്തിൻ്റെ ബജറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 25 കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ്. ഇതൊരു സാധാരണ സിനിമയേക്കാളും മുകളിൽ വരുന്ന ബജറ്റാണ്. അതേസമയം നിർമ്മാതാക്കളോ മറ്റ് അണിയറ പ്രവർത്തകരോ ബജറ്റിൻ്റെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ അടക്കം തിയേറ്ററിലുള്ളതിനാൽ ഭ്രമയുഗത്തിന് ആവശ്യമായ സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത്. 10 യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഭ്രമയുഗം റിലീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 300-ലധികം തിയേറ്ററിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. രാഹുൽ സദാശിവനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, അമൽദ ലിസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. മലയാള സിനിമ ജനുവരി മാസം സമ്മാനിച്ചത് ഒരേയൊരു ഹിറ്റ് ചിത്രമാണ്, എബ്രഹാം ഓസ്ലർ. അത് വലിയ വിജയമായിരുന്നു. എന്നാൽ മലൈക്കോട്ടെ വാലിബൻ അടക്കം തിയേറ്ററിൽ തിരിച്ചടി നേരിട്ടിരുന്നു. ഫെബ്രുവരി മാസ ചിത്രങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് നിർണായകമാണ്.